സമാധാനിക്ക്, കുഴപ്പമില്ല, ഒരു 5 വർഷം കഴിയുമ്പോൾ, നോട്ട് ദ പോയിന്റ്, ഈ 5 വർഷം കഴിയുമ്പോൾ നിനക്ക് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലോട്ട് മാറാം. അവരുടെ ഒരു 20 to 30 വയസ്സിന്റെ ഇടയ്ക്ക് നല്ലപോലെ ഒന്ന് പ്രയത്നിക്കുവാണെങ്കിൽ ബാക്കിയുള്ള ടൈമിൽ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫ് നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റും. നിങ്ങളിപ്പം ഇൻസ്റ്റയിലൊക്കെ ആക്റ്റീവ് ആണ്ട് ചുമ്മാ റീൽസ് കണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ അത്യാവശ്യം അടിപൊളിയായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. സോഫ്റ്റ്വെയർസിൽ നിന്ന് ഡയറക്റ്റ് CV എടുത്ത് നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ഇടുന്നതിന് മുന്നേ നിങ്ങളായിട്ട് കുറച്ച് CVയിലോട്ട്. ഹായ് ഫ്രണ്ട്സ്, അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. UK വന്നു കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നമുക്കൊരു പ്രൊഫഷണൽ, നമ്മൾ പഠിച്ച ഫീൽഡിൽ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ഫീൽഡിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത്. ഓഫ് കോഴ്സ് നമ്മളൊരു സ്റ്റുഡന്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇനീഷ്യൽ ആദ്യത്തെ സ്റ്റുഡന്റ് പീരീഡ് ടൈമിൽ നമുക്ക് 20 hours വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് ശേഷമുള്ള നമ്മുടെ ജീവിതം ഉണ്ടല്ലോ ഈ തീരുമാനിക്കുന്നത് നമ്മൾ ആ വരുന്ന സ്റ്റുഡന്റ് പീരീഡിലാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം ഒരു മലയാളി ഫാമിലി നമ്മുടെ അടുക്ക വന്നിട്ട് ഇതുപോലെയൊക്കെയാണ് വീഡിയോസ് കാണുന്നതാണ്. എന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം ഒരാൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരി നാട്ടില് BTech കഴിഞ്ഞാണ് MTech കഴിഞ്ഞിട്ട് പിന്നെ ഏതോ ഒരു കോളേജിൽ ഒരു എഞ്ചിനീയറിംഗ്, അത്യാവശ്യം നല്ലൊരു പോപ്പുലർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയത്താണ് നമുക്ക് കൊറോണ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഈ സ്റ്റുഡന്റ് വിസയിൽ ഇങ്ങോട്ട് കയറി വന്നു. ഒരു കുട്ടിയുണ്ട്. അപ്പൊ അവര് ഡിപ്പെൻഡന്റ് ആയിട്ട് പുള്ളിക്കാരി ഇങ്ങനെ എഞ്ചിനീയറിംഗിൽ തന്നെ പഠിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്തോ അങ്ങനത്തെ ഏതോ ഒരു കോഴ്സ്. അത് പഠിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആ സമയത്ത് കെയർ ഹോമിൽ എങ്ങാണ്ടായിരുന്നു പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവര് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ സമയത്ത് നമുക്കറിയാം കെയർ ഹോം വിസ എന്ന് പറയുന്നത് അത്യാവശ്യം ഇവിടെ നിൽക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അത്യാവശ്യം ഒരു ഈസി പാത്വേ ആയിരുന്നു. ആ ടൈമിൽ ഈസി ആയിരുന്നു നമുക്കൊരു കെയർ ഹോം വിസ കിട്ടുക എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻസിനെ ആഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു കാരണം ഉള്ളതുകൊണ്ട് മാത്രം പുള്ളിക്കാരി ഒരു കെയർ ഹോമില് വിസ അടിച്ചു അവിടെ നിൽക്കുകയാണ്. ആ വിസയിൽ നിന്നിട്ട് ഇപ്പൊ ഒരു 1.5 വർഷത്തോളം എങ്ങാണ്ടായി. പക്ഷെ ഇപ്പോഴത്തെ ഒരു പുള്ളിക്കാരിയുടെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത്, ഞാൻ എന്തിനാണ് ഇത്രയും വർഷം കഷ്ടപ്പെട്ട് പഠിച്ചത്. കാര്യം പുള്ളിക്കാരി എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ 10ൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, +2 നല്ല മാർക്ക്, അതിനുശേഷം ഡിഗ്രി അടിപൊളിയായിട്ട് പഠിച്ചു, 4 വർഷം എഞ്ചിനീയറിംഗ് ഏതോ ഒരു ഫീൽഡിൽ പഠിച്ചു. അത് കല്യാണം കഴിഞ്ഞിട്ടാണ് MTech പഠിക്കുന്നത്. നല്ലപോലെ കഷ്ടപ്പെട്ട് ഇത്രയും നാൾ ഞാൻ പഠിച്ചിട്ട് UK വരണമെന്നുള്ള ഒരു കാരണത്തില് ആ സമയത്ത് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിലാവുന്നത്. പക്ഷെ UK നിന്ന് പോകണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ട് മാത്രം കെയർ ഹോം വിസയിലോട്ട് സ്വിച്ച് ചെയ്ത ആളാണ്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഗൾഫിലെങ്ങാണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ടും ഒരു നോർമൽ ജോലിയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പുള്ളിക്ക് അത്രയും റിഗ്രറ്റ് ഇല്ല. പക്ഷെ പുള്ളിക്കാരി പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും വർഷത്തെ എന്റെ ഹാർഡ് വർക്ക് മുഴുവൻ ഞാനിപ്പോ ജസ്റ്റ് കെയർ ഹോമിൽ കൊണ്ട് കളയാണ്. അപ്പൊ ഹസ്ബൻഡ് ഇപ്പൊ പുള്ളിക്കാരോട് പറയുന്നത് സമാധാനിക്ക്, കുഴപ്പമില്ല, ഒരു 5 വർഷം കഴിയുമ്പോൾ, നോട്ട് ദ പോയിന്റ്, ഈ 5 വർഷം കഴിയുമ്പോൾ നിനക്ക് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലോട്ട് മാറാം, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഫീൽഡിലോട്ട് മാറാന്നൊക്കെയാ. പക്ഷെ നിങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു 5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം നമ്മളെ ഏതൊരു കമ്പനിയിലോട്ട് വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്നു, ഈ 5 വർഷം നിങ്ങൾ ഈ കെയർ ഹോമിൽ എന്തുകൊണ്ട് വർക്ക് ചെയ്തു? ഈ 5 വർഷം കൊണ്ട് വരാൻ പോകുന്ന ടെക്നോളജിയിലെ അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർസിലെ അഡ്വാൻസ്മെന്റ് ഒന്നും നമുക്ക് ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ 2 വർഷം കൊണ്ടോ പഠിച്ചെടുക്കാൻ പറ്റില്ല, സമയമെടുക്കും. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മുടെ ബ്രെയിന് എന്താണ്, ചില ആൾക്കാർ പറയും കുഞ്ഞു പിള്ളേരെ എത്ര ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് പഠിപ്പിക്കാം. പക്ഷെ ഇച്ചിരി വലുതായി കഴിയുമ്പോൾ ഈ സെയിം സാധനം, ഈ കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്ന ഈ സെയിം സാധനം നമുക്ക് പഠിച്ചെടുക്കണമെങ്കിൽ ഒരു ഇരട്ടി സമയം നമുക്ക് വേണ്ടി വരും, ഇരട്ടി എഫേർട്ട് നമ്മൾ ഇടേണ്ടി വരും. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 5 വർഷം ഞാൻ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നവരെ ഒരിക്കലും ഞാൻ കുറ്റം പറയല്ല കേട്ടോ. ഓരോരുത്തർക്കും അവരവരുടെ മെന്റാലിറ്റി ഉണ്ട്. പുള്ളിക്കാരിയും ആ സമയത്ത് ഓക്കെയാണ്, ഞാൻ കെയർ ഹോമിൽ വർക്ക് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്നൊരു തീരുമാനം എടുത്തത് കൊണ്ടാണ് പുള്ളിക്കാരി അവിടുന്ന് കണ്ടിന്യൂ ചെയ്തത്. പക്ഷെ ഈ 1.5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 വർഷത്തിലോട്ട് എടുക്കുമ്പോൾ ഭയങ്കര ഒരു റിഗ്രറ്റ്. പുള്ളിക്കാരി എന്നോട് പറയുന്നതെന്ന് വെച്ചാൽ നാട്ടില് കൂടെ വർക്ക് ചെയ്ത് വരുന്നവരൊക്കെ ഇപ്പോഴും ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗിൽ തന്നെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അവര് ഒരു പ്രൊമോഷൻ കിട്ടി HOD ഒക്കെ ആയിട്ട് മാറി. അപ്പൊ ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അവര് അവിടുന്ന് നോക്കുമ്പോൾ, നീ UK നീ അത്യാവശ്യം നല്ലപോലെ സമ്പാദിക്കുന്നുണ്ട്, മോള് കൂടെ ഉണ്ട്, നല്ല എഡ്യൂക്കേഷൻ കുട്ടിക്ക് കിട്ടുന്നുണ്ട്, ഹസ്ബൻഡും കൂടെ ഉണ്ട്, ലക്ഷറി ലൈഫാണ്, നീ അവിടെ ഇവിടെയൊക്കെ പോകുന്നു. അപ്പൊ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഭീമ ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നെ രാത്രി കിടക്കുമ്പോൾ എനിക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് വരുവാണ്. ഞാൻ ഈ പഠിച്ചതും അല്ലെങ്കിൽ ഞാൻ ഉറക്കമുളച്ച് നേടിയ ഡിഗ്രികളും സർട്ടിഫിക്കറ്റുകളൊക്കെ വെറുതെ കടലാസായി മാറിയ ഒരു അവസ്ഥയിൽ എത്തിയോ എന്നൊരു തോന്നൽ വന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ നമുക്ക് ഇതിൽ നിന്ന് സ്വിച്ച് ചെയ്യാൻ? ഇപ്പോഴത്തെ UK വിസ നിയമങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം. ഈ പറഞ്ഞ പോലെ 5 വർഷം കഴിഞ്ഞിട്ട് PR കിട്ടുമെന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. ഇപ്പൊ ഈ കെയർ ഹോം വിസയുടെ ഒക്കെ കാര്യം പറയുന്ന പോലെ തന്നെ ഏത് പ്രൊഫഷൻ ആണെങ്കിലും
അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു സ്റ്റുഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇപ്പം നേഴ്സസിന്റെ ഡിപ്പെൻഡൻസ് ആയിട്ടൊക്കെ വരുന്ന നമ്മുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്, വൈഫിന് നല്ലൊരു സെറ്റിൽമെന്റ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്താലും വെയർ ഹൗസ് ആവട്ടെ ഒരു കെയർ ഹോം ആവട്ടെ, ഇവിടെ ഒന്നും നമുക്ക് ഒരു വലിയ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ റെഫറൻസോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ഫീൽഡാണ്. അപ്പൊ ഇതിലോട്ടൊക്കെ നമുക്ക് കയറാൻ എളുപ്പമായതുകൊണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് ജോലിയും കിട്ടും. അവര് പിന്നെ അവിടെ കിട്ടുന്ന ശമ്പളം ഒരു 1.5 ലക്ഷം രൂപ മാസം കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഓക്കെയാണ്. അവരുടെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കന്റ് അത്യാവശ്യം സമ്പാദിക്കുന്നുണ്ട്, ഒരു വീട് വാങ്ങിച്ചു, എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഒരു അത്യാവശ്യം പ്രൊഫഷണലി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ പോലും അറ്റ് ദി എൻഡ് ഒന്നും ഇല്ലാണ്ടായി തീരുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി മാറുകയാണ്. ഓക്കെ, ചില ആൾക്കാർക്ക് സ്വന്തം ഫീൽഡിൽ നിൽക്കണമെന്നില്ല, അല്ലെങ്കിൽ എന്താണ് ആ ജോലി പഠിച്ച ഫീൽഡിൽ ജോലി ചെയ്യണമെന്ന് താല്പര്യമില്ല, അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ ഒഴിവാക്കുന്നു. കാര്യം പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് സ്വന്തമായിട്ട് ബിസിനസ് എന്തെങ്കിലും ചെയ്യണം, എത്ര പഠിച്ചാലും ചിലർക്കൊക്കെ ഉള്ള ഒരു ആഗ്രഹമാണ്. അത് വേറെ. ഞാൻ പറഞ്ഞത് പ്രൊഫഷണലി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എപ്പോഴും നിങ്ങൾ ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും ടൈം ഡിപ്പെൻഡന്റ് ആണ്. ചില സാഹചര്യത്തിൽ നമുക്കത് എടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഫ്യൂച്ചറിലോട്ട് അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം തരുന്ന കാര്യങ്ങളാണോ എന്ന് ആദ്യം ചിന്തിക്കാം. അപ്പൊ പുള്ളിക്കാരി എന്നോട് പറഞ്ഞൊരു കൺസേൺ എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്, ഏതൊക്കെ മാർഗത്തിൽ കൂടെ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റുഡന്റ് വിസയിൽ നിന്ന് മാറി PSW സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ പാർട്ട് ടൈം ആയിട്ട് ഒരു ജോബിന് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ ആ പാർട്ട് ടൈം ജോബിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തില്ല. എനിക്ക് ഇവിടെ കഴിഞ്ഞു പോകാൻ വേണ്ടി മാത്രം ആ പാർട്ട് ടൈം ജോബ് ചെയ്യണമെന്നായിരുന്നു താല്പര്യം. പക്ഷെ അതുപോലും ഞാൻ ചെയ്യേണ്ട വന്നില്ല. കാര്യം എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ടൈമായിരുന്നു. പുള്ളിയും പറഞ്ഞത് നീ മാക്സിമം നിന്റെ ഫീൽഡിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ നോക്കുക. അപ്പം നമുക്ക് ഈ ഇന്റർവ്യൂ വരുന്ന ടൈം ഉണ്ടല്ലോ, ഇന്റർവ്യൂ വരുന്നത് കൂടുതലും നാട്ടിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വീക്കെൻഡ്സ് ആണ് ഇവർ ഇന്റർവ്യൂ തരുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വീക്ക് ഡേയ്സിൽ തന്നെയാണ് ഇന്റർവ്യൂ തരിക. അതും നമുക്ക് ചിലപ്പം ആ സമയത്ത് ഷിഫ്റ്റ് ഉള്ള ഡേയ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ജോലി കളയാന്നല്ല ഞാൻ പറയുന്നത്, മാക്സിമം ആ ജോലിക്ക് പ്രിഫറൻസ് കൊടുക്കാതെ ഇന്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്ത് കിട്ടാൻ നോക്കുക. ഭയങ്കര പാടാണ് ഇവിടെ ഇന്റർവ്യൂ കിട്ടാനായിട്ട്. നിങ്ങളൊരു നല്ല CV, അതും ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇപ്പൊ ഇഷ്ടം പോലെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ സോഫ്റ്റ്വെയർസിൽ നിന്ന് ഡയറക്റ്റ് CV എടുത്ത് നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ഇടുന്നതിന് മുന്നേ നിങ്ങളായിട്ട് കുറച്ച് CVയിലോട്ട് കുറച്ച് കീവേഡ്സ് ഒക്കെ സോഫ്റ്റ്വെയർസ് ത്രൂ ഒക്കെ കണ്ടുപിടിച്ച് കീവേഡ്സ് ഒക്കെ ആഡ് ചെയ്ത് CV കുറച്ചുകൂടെ ചെക്ക് ചെയ്ത് അത് മാക്സിമം ഈ ATS ഫ്രണ്ട്ലി ആക്കി വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. UK-ൽ അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും ജോബിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ തന്നെയാണ്. ലിങ്ക്ഡിൻ, ഇൻഡീഡ്, CV ലൈബ്രറി ഇതൊക്കെ അത്യാവശ്യം നല്ലപോലെ യൂസ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഇഷ്ടം പോലെ എഞ്ചിനീയറിംഗ് ആവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫാർമസിസ്റ്റ് ആ ഒരു ജോബുകളാവട്ടെ പല ജോബുകൾക്കും ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഈ ലിങ്ക്ഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് കണക്ഷൻസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങളിപ്പം ഇൻസ്റ്റയിലൊക്കെ ആക്റ്റീവ് ആണ്ട് ചുമ്മാ റീൽസ് കണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങൾ അത്യാവശ്യം അടിപൊളിയായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. നല്ലൊരു പ്രൊഫൈൽ പിക്ചർ, അതുപോലെ നിങ്ങളെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ കൊടുക്കും. പക്ഷേ ഇതുപോലെ തന്നെ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് നിങ്ങളുടെ പ്രൊഫൈല് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ലിങ്ക്ഡിനിൽ നമുക്ക് പറ്റും. നല്ലൊരു പ്രൊഫഷണൽ ഫോട്ടോ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യാം. പണ്ടത്തെ പ്രൊഫഷണൽ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് സാധാ നിൽക്കുന്ന ഒരു ഫോട്ടോനെ നമുക്ക് പ്രൊഫഷണൽ ഫോട്ടോ ആക്കണമെങ്കിൽ തന്നെ ഒരു പ്രോംപ്റ്റ് കൊടുത്ത് ജെമിനിയിലൊക്കെ ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ഈ നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഇതിലൊക്കെ സ്കിൽസ് ഉണ്ട്, ഇതിനെയൊക്കെ പറ്റിയിട്ട് നമുക്ക് എന്ത് പ്രോംപ്റ്റ് കൊടുത്താലും അതിന് നല്ല രീതിയിൽ ഒരു റെസ്പോൺസ് തരുന്ന കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പൊ ജെമിനിയോ അല്ലെങ്കിൽ ChatGPT-യോ സിമ്പിൾ ആയിട്ടുള്ള ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ ആണെങ്കിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈല് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു അത്യാവശ്യം നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയാവുന്ന അങ്ങനത്തെ ഏതെങ്കിലും നല്ലൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി റെഫറൻസ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈല് ബിൽഡപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് സെയിം ഫീൽഡ് ആണെങ്കിൽ അത്രയും നല്ലത്. അതാകുമ്പോൾ നമുക്ക് ഏതൊക്കെ കീവേഡ്സ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ കീവേഡ്സ് ഏതൊക്കെ സ്ഥലത്താണ് യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രൊഫൈല് നല്ലപോലെ ആവുകയും ചെയ്യും. നിങ്ങൾക്ക് കൂടുതൽ കണക്ഷൻ റിക്വസ്റ്റുകൾ വരും. എനിക്കുണ്ടല്ലോ, എനിക്ക് ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഈ എഞ്ചിനീയറിംഗ് ഫേമിൽ എനിക്ക് ജോബ് കിട്ടിയതിന് ശേഷം ഉണ്ടല്ലോ ഇഷ്ടം പോലെ കുറെ റിക്രൂട്ടേഴ്സ് നമുക്ക് മെസ്സേജ് അയക്കും, ഇതുപോലെ ജോബ് ഓപ്പണിംഗ് അവൈലബിൾ ആണ്. അതും ജെനുവൻ ആയിട്ടാട്ടോ. ചില ആൾക്കാർ പറയും ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്, ഏജൻസികളെ ഒന്നും വിശ്വസിക്കരുത്. ഞാൻ ഈ ജോലി ചെയ്യുന്ന എന്റെ കമ്പനിയിൽ എനിക്ക് ജോബ് കിട്ടുന്നതെന്ന് പറഞ്ഞ ഒരു ഏജൻസി ത്രൂ ആണ്. അപ്പൊ ഈ ഏജൻസി ത്രൂ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ റെഡിയാക്കി എനിക്ക് കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഞാൻ എടുത്തു. ഈ സർട്ടിഫിക്കേഷൻസിന്റെ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിനെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സർട്ടിഫിക്കേഷൻ. നിങ്ങളൊരു കോഴ്സ് പഠിച്ചു, ആ കോഴ്സ് സർട്ടിഫിക്കറ്റ് മാത്രമല്ലാണ്ട് ആ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് ആഡ് ഓൺ കോഴ്സുകളൊക്കെ കാണും. ചില സോഫ്റ്റ്വെയർസ് എക്സ്ട്രാ പഠിപ്പിക്കുന്ന ഒരു 5 days 6 days ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും.
ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ലിങ്ക്ഡിനിൽ കണക്ഷൻസ് ഉണ്ടാക്കുക. ഈ കണക്ഷൻസ് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ല നല്ല കമ്പനീസിനെ കണക്ട് ചെയ്യുക, അവരുടെ ജോബ് പോർട്ടൽ എടുത്ത് നോക്കുക. അതുപോലെ തന്നെ ചില കമ്പനിയിലെ സിഇഒമാർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സീനിയർ എഞ്ചിനീയേഴ്സ് അതുപോലെയുള്ളവരെ കണക്ട് ചെയ്യാം. അതുപോലെ ഈ എഞ്ചിനീയറിംഗ് ഫേം അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഫേമിൽ റിക്രൂട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഏജൻസീസ് ഉണ്ട്. അങ്ങനെയുള്ള ഏജൻസിയായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ അവർ അത്യാവശ്യം റീഡപ്പ് ത്രൂ ഒക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അവർ നമ്മുടെ പ്രൊഫൈല് ഈ വലിയ കമ്പനികളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ ചിലപ്പോൾ നമുക്ക് ഇന്റർവ്യൂസ് ഒക്കെ കിട്ടാനും കുറച്ചുകൂടി എളുപ്പമാണ് ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും. ശരിയാണ്, ഇവിടെ സ്പോൺസർഷിപ്പ് കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷെ നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന ഒരാൾക്കാണെങ്കിൽ ഭയങ്കരമുള്ള വലിയൊരു ഗുണമെന്ന് വെച്ചാൽ ഈ ന്യൂ എൻട്രൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതായത് ഇപ്പൊ വരുന്ന ഈ ഓൺഗോയിങ് സാലറി ത്രെഷോൾഡ് റേറ്റിന്റെ 70% കിട്ടിയാൽ മതി നമ്മളെ പോലെയുള്ള ന്യൂ എൻട്രൻസിന്. അപ്പൊ 2 വർഷത്തേക്ക് ഇവർ നമ്മളെ സ്പോൺസർ ചെയ്ത് നമ്മൾ അത്യാവശ്യം സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിയുവാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾക്ക് വേറെ ഏതെങ്കിലും കമ്പനിയിലോട്ട് മാറുകയും ചെയ്യാം, അല്ലെങ്കിൽ ഈ കമ്പനി തന്നെ നമ്മളെ തുടർന്ന് സ്പോൺസർ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് അങ്ങ് ഒട്ടും എത്തിപ്പിടിക്കാൻ പറ്റാത്ത മേഖലയൊന്നും അല്ല. കുറച്ച് സ്ട്രഗിൾ ചെയ്ത് നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആവണം, നമുക്ക് നല്ലൊരു രീതിയിലൊരു ലൈഫ് മുന്നോട്ട് വേണമെന്ന് താല്പര്യപ്പെട്ട് തന്നെ നമ്മളായിട്ട് ഒരാൾ നമ്മളെ പുഷ് ചെയ്തല്ല കേട്ടോ ചെയ്യേണ്ടത്, നമ്മളായിട്ട് നമുക്കൊരു താല്പര്യം ഉണ്ടാക്കിയെടുത്ത് ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും എത്തിപ്പിടിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പൊ പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു കൊടുത്ത ഇതാണ്, നിങ്ങളിപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് മാനേജ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് കുറച്ചുകൂടി നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലൊക്കെ റെഡിയാക്കി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. ഇപ്പൊ തന്നെ ഓൾറെഡി സ്റ്റുഡന്റ് ടൈം പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഓൾറെഡി ഒരു 2-3 വർഷത്തെ ഗ്യാപ്പ് ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. അത് ഫില്ലപ്പ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഒക്കെ പൈസ കൊടുത്ത് എടുക്കണമെന്നില്ല. ഗൂഗിളിലോ അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ തന്നെയാണെങ്കിലും നമുക്ക് ഫ്രീ സർട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. കുറച്ച് സമയം മെനക്കിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു മോട്ടിവേഷൻ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ, എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പഠിച്ച കുറച്ച് കാര്യങ്ങൾ, എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പരിഗണിക്കുക. ഇറ്റ്സ് മീ വീമ സൈനിങ് ഓഫ് ഫ്രം അബീസ് യുകെ ചാനൽ. ബൈ.